friends, welcome back to food vlog. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ഡിഷായ മൈസൂർ പാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു മൈസൂർ പാക്കിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുക്കുക. കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കുക. ഇനി ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര നന്നായി മെൽട്ടായി വരുന്നതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് മറ്റേ അടുപ്പത്ത് നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം. ഇപ്പൊ പഞ്ചസാര നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 കപ്പോളം കടലമാവ് ചേർത്തെടുക്കാം. നെക്സ്റ്റ് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഓയിലും 1 കപ്പ് നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലോട്ട് ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിനു ശേഷം നമുക്കിതിനെ ചൂടോട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ തണുക്കാൻ വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മളെ സൂപ്പർ ആൻഡ് ഈസി മൈസൂർ പാക്ക് ഇവിടെ റെഡിയാണ്. സ്വീറ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.